ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ? കുഞ്ഞുങ്ങളെ ഓടി വായോ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ അട്ടപ്പാടിയിൽ ആയിരുന്നു, PDM-ല്. പിന്നെ PDM-ന് നമുക്കറിയാം മണ്ടുത്തിയിലൊരു ഹൗസ് ഉള്ളത് നമുക്കറിയാം. അവിടെ വന്നു. അപ്പൊ വിചാരിച്ചു ഇവിടെ നിന്ന് ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. കർത്താവിന്റെ വലിയ കരുണ, സുഖമായിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന് പ്രത്യേകം നന്ദി കേട്ടോ. പിന്നെ അഭിഷേകാന്തിന്റെ എപ്പിസോഡ് എല്ലാം എടുക്കാൻ വേണ്ടി സാധിച്ചു കേട്ടോ. നിങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രാർത്ഥിക്കുന്ന ഭയങ്കര ഇഫക്റ്റ് ആയി കേട്ടോ. കഴിഞ്ഞ അഭിഷേകത്തിന് അതായത് കഴിഞ്ഞതല്ലേ, അതന്നെ കഴിഞ്ഞതല്ല, അതിന് മുമ്പിട്ട് അഭിഷേകത്തിന് മുൻകൂട്ടി അതല്ല കഴിഞ്ഞ അഭിഷേകം മുൻകൂട്ടി കണ്ട് നന്ദി പറയുന്നതിനെ കുറിച്ച് കേട്ടോ. അവസാന കാലത്തെ മനുഷ്യരുടെ പ്രത്യേകത പോലെ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ മുഴുവൻ ആത്മാക്കളും സ്വർഗത്തിൽ അവർ കൂടുതൽ പ്രകാശത്തിലായിരിക്കാൻ, അതേപോലെ ശുദ്ധീകരണ സ്ഥല സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളും സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ നന്മ പറഞ്ഞു പറയോ. ലക്ഷങ്ങളല്ലേ പ്രാർത്ഥിക്കുന്നത് അല്ലേ? എല്ലാവരും അനുഗ്രഹമല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണം വഴി വേറെ എല്ലാവരും ഓർക്കണം കേട്ടോ. ഞാൻ എന്റെ കുടുംബത്തിലുള്ളവരെ ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ എല്ലാവരും ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ആനന്ദവും പരിശുദ്ധാത്മാവും ഒരുപോലെ നിറയാൻ അല്ലെ. ഇവ രണ്ടും ചെയ്താൽ ആനന്ദവും പരിശുദ്ധാത്മാവും, അങ്ങനെ ഒരു തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതേപോലെ ചിലപ്പോൾ നമ്മള് ചില വീഡിയോസ് ഇങ്ങനെ ചെയ്താൽ എന്താ പറയണത്, അത് പോകും ഇത് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സംഗതികള്, ചില രോഗങ്ങളൊക്കെ മാറാനുള്ള ഇതുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ആനന്ദവും പരിശുദ്ധാത്മാവും ഒരുപോലെ നിറയൊരു സിമ്പിൾ കാര്യം ചെയ്താൽ മതി. ആക്ട്സ് ചാപ്റ്റർ 13:52. അപ്പോസ്തലരുടെ പ്രവർത്തനം 13:52 വചനം. ഇങ്ങനെയാണ് വചനം വെളിപ്പെടുന്നത്. ശിഷ്യന്മാർ ആനന്ദവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി. ഇതിനകത്തൊരു ഒരു ക്ലോസിൽ കണക്റ്റഡ് ആണിത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആനന്ദം വരും. നിങ്ങൾ എന്ത് ചെയ്യുക? പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാൽ അവൾ ആത്മാവിൽ ആനന്ദിക്കുക, അത് ഉറപ്പാണ്. അപ്പോൾ ആനന്ദവും പരിശുദ്ധാത്മാവും ഒന്നുപോലെ നിറയാൻ പരിശുദ്ധാത്മാവ് നിറയപ്പെടാനുള്ള ഒരു പ്രാർത്ഥന മാത്രം പോരാ. പന്തോക്കോസ്തുകാർക്ക് പ്രാർത്ഥന മാത്രം പോരാ. എല്ലാം നമുക്ക് വേണം, എല്ലാം നമുക്ക് വേണം. എന്തിനാണെന്ന് അറിയുന്ന സഹോദരങ്ങളെ, അതിന് ഇവിടെ അപ്പോസ്തലന്മാർ എന്താ ചെയ്തെന്ന് നോക്കണം. ഈ അപ്പോസ്തലന്മാർ ചെയ്ത കാര്യം യേശുവിനെ കുറിച്ച് ശക്തമായിട്ട് അങ്ങോട്ട് പ്രഘോഷിച്ചു. അപ്പോൾ നിത്യജീവന നിയോഗമുള്ള നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നതിന് മുകളിൽ ഒന്ന് വായിച്ചു നോക്കാവോ? സമയമില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും വേണ്ടിയല്ല ഒരാളെങ്കിലും. അപ്പോ അവര് പിന്നെ ശിഷ്യന്മാര് പോയിട്ട് ഈശോയെ കുറിച്ച് അങ്ങോട്ട് ശക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഒരുപാട് പേര് വിശ്വസിച്ചതിനെ കുറിച്ച് പറയാ നിത്യജീവന നിയോഗമുള്ളവരാണ് വിശ്വസിച്ചവർ. വിശ്വസിക്കാത്തവരെ കുറിച്ച് പറയാ നിത്യജീവന നിയോഗമില്ലാത്തവരാണ്. കണ്ടോ വ്യത്യാസം? കണ്ടോ? ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന പറഞ്ഞാൽ അതിന്റെ ആ നിത്യജീവന നിയോഗമുണ്ട്. എന്നിട്ട് പറയാണ് ദൈവവചനം ഇങ്ങനെ വളർന്ന് വ്യാപിച്ചു എന്ന് പറയും. ദൈവവചനം വളർന്ന് വ്യാപിച്ചു. എന്നിട്ട് എന്താണ്, അവിടെ അസൂയ പോണ്ട കുറെ പേര് ഈ സ്നേഹന്മാരെ ഒരുപാട് തരത്തിൽ ചീത്ത വാക്കുകൾ പറഞ്ഞ് പല തരത്തിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ ഈശോ പറഞ്ഞതുപോലെ തന്നെ കാലിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അവർ വിട്ടുപോയി. എന്നിട്ട് പറയാം ആ സംഭവത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ശിഷ്യന്മാർ ആനന്ദവും പരിശുദ്ധാത്മാവും നിറഞ്ഞ കണ്ടോ. അപ്പൊ നോക്കിയാൽ സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തില് ഈ ഒരു സംഭവം ഉണ്ടാകുക. സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷം പ്രഘോഷിച്ചാൽ ഇത് നടക്കും. ആ സമയത്ത് എതിർപ്പ് വരട്ടെ, സുവിശേഷം വിശ്വസിക്കാത്തവരാകട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആനന്ദവും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ആഗ്രഹമുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ ധാരാളം സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ പ്രസംഗിക്കാം, നിങ്ങൾക്ക് ആനന്ദം കിട്ടില്ല. നമ്മളെല്ലാവരും ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾ സുവിശേഷ പ്രഘോഷകരുടെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടതയും ഞെരുക്കം വിഷമം അവർക്ക് ഒരു ആനന്ദം ഉണ്ടാവും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ അറിയാവുന്നവരൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയോ. ഹല്ലേലൂയ. സ്തുതിക്കാം ഈശോയെ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവെ പരിശുദ്ധാത്മാ അത്ഭുതകരമായ ദൈവശക്തിയും കൃപയും നിറയട്ടെ കർത്താവ്. അന്ധകാരശത്രു ഉപദ്രവങ്ങൾ, പൈശാചിക പീഡകൾ, ശല്യങ്ങൾ, ബാധകൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടേക്ക് അപ്പോൾ ആട്ടിപ്പായിക്കുന്നു. പ്രാർത്ഥനയാലും വചനത്താലും നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ശിഷ്യന്മാർ നിറഞ്ഞതുപോലെ ആനന്ദവും പരിശുദ്ധാത്മാവോടും നിറയാൻ തക്കവിധം പരിശുദ്ധാത്മാവേ സുവിശേഷ വേല ചെയ്യാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ വചനം ജീവിക്കാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സുവിശേഷങ്ങളിൽ പുറകോട്ട് പോയവരുണ്ടെങ്കിൽ മുമ്പോട്ട് വരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇറങ്ങാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ മുന്നിട്ട് ഇറങ്ങാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രത്യേക യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇന്ന് എന്താണോ നിങ്ങളുടെ നിയോഗം,
അതിന്റെ മേൽ ഈശോയുടെ ആശീർവാദത്തിന്റെ കരം പതിയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.